ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ഞ് കുറേശ്ശെ വീഴുന്നുണ്ട്. ദേവു എഴുന്നേറ്റു. അവൾക്ക് ശരീരം വിറയ്ക്കുന്നതായി തോന്നി. തൊടികളിലെ പച്ച നിറമൊന്നും കാണുന്നില്ല. എല്ലാം വെള്ള മാത്രം. താനേതോ സ്വപ്നലോകത്തെത്തിയതായി അവൾക്ക് തോന്നി. അവൾ പിന്തിരിഞ്ഞ് കട്ടിലേക്ക് നോക്കി. മണിക്കുട്ടി ഉണർന്നിട്ടില്ല. തണുപ്പുകാലം വന്നത് മുതൽ അവൾ തന്റെ കൂടെയാണ് കിടക്കുന്നത്. രാത്രിയിൽ അവൾ ചവിട്ടുകയും എന്തൊക്കെയോ പെറുപിറുക്കുകയും ചെയ്യുന്നത് കാണാം. അവൾ ചെറിയ കുട്ടിയല്ലേ. താനും കുട്ടിയായിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ലേ അവൾക്ക് തോന്നി. അവൾ അനന്തമായ ആകാശത്തേക്ക് നോക്കി. എന്ത് സുന്ദരമാണിവിടം. ഇത് ഞാൻ എഴുതിയ കഥയല്ല. കൊടിയത്തൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ നിഖില എഴുതിയ ഓർമ്മ എന്ന കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. കൊടിയത്തൂരിലെ തെളിച്ചം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ കുരുവികൾ എന്ന ബാലപ്രസിദ്ധീകരണത്തിലേതാണ് ഈ കഥ. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനും അധ്യയനത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും പഠനം സർഗാത്മകമാക്കാനും വേണ്ടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇടപെടലുകളുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് കുരുവികൾ. ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനെത്തിയ 30ഓളം ഗ്രാമപഞ്ചായത്തുകൾക്ക് പറയാനുണ്ടായിരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിജയഗാഥകളായിരുന്നു. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന അറിവിന്റെ അളവല്ല വിദ്യാഭ്യാസം. ഇത്തരത്തിലുള്ള അറിവുകൾ അവിടെ കിടന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ജീവിതകാലം മുഴുവൻ ദഹിക്കാതെ കിടക്കുകയും ചെയ്യും. ജീവിതത്തെ നിർമ്മിക്കാനും സ്വഭാവത്തെ പടുത്തുയർത്താനും സഹായിക്കുന്ന തരത്തിലുള്ള അറിവിന്റെ സ്വാംശീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ടത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചും പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകനായ ഡോക്ടർ RVG മേനോൻ. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ പഠിത്തം മെച്ചപ്പെടുത്താനായിട്ടുള്ള പ്രത്യേക ഇടപെടലുകളാണ് വെള്ളമുണ്ട പഞ്ചായത്ത് നടത്തിയത്. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലും താരതമ്യേന മോശപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് പഠിത്തത്തിൽ പിന്നോക്കം പോകുന്നത്. അതിൻ്റെ കാരണം അവർക്ക് വീട്ടിൽ നിന്നും വേണ്ടത്ര സഹായം പഠനത്തിന് കിട്ടുന്നില്ല. മറ്റുള്ളവരെ പോലെ ട്യൂഷന് പോകാനും പറ്റുന്നില്ല. ഇത് പരിഹരിക്കാനായിട്ട് ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന വീട് എന്ന വളരെ നല്ല ഒരു പരീക്ഷണം ശ്രീകാര്യം പഞ്ചായത്തിലും അതുപോലെ മറ്റ് ചില പഞ്ചായത്തുകളിലും നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു പ്രദേശത്തുള്ള കുട്ടികളെ വൈകുന്നേര സമയങ്ങളിൽ ഒരു വീട്ടിൽ ഒന്നിച്ചു കൂടി അവരുടെ പഠിത്തത്തിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുക. സാധാരണഗതിയിലുള്ളൊരു ട്യൂഷനല്ല, എന്നാലും അത് വളരെ ഫലപ്രദമാണെന്നാണ് അവരുടെ അനുഭവം. അതുപോലെ തന്നെ ക്ലാസ്സിൽ പലപ്പോഴും അധ്യാപകരില്ലാത്ത അനുഭവം ഉണ്ടാകാറുണ്ട്. ടീച്ചേഴ്സ് ലീവ് എടുക്കുന്ന സമയം മുതലായവ. അത്തരം സന്ദർഭങ്ങളിൽ ക്ലാസ് ഒരിക്കലും മുടങ്ങരുത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ടീച്ചേഴ്സ് ബാങ്ക്, അതും ശ്രീകാര്യം പഞ്ചായത്തിൻ്റെ ഒരു ഇന്നോവേറ്റീവ് പരിപാടിയായിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലാണെങ്കിൽ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് അവർ നടപ്പാക്കിയത്. വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം. പൊതുവെ നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ പറ്റിയുള്ള പരാതി വരുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. ഇംഗ്ലീഷ് മെച്ചപ്പെട്ട രീതിയിൽ പഠിപ്പിക്കാനായിട്ട് പുതിയ സങ്കേതങ്ങൾ, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത്, അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ച മാതൃകകൾ തന്നെയാണ് തില്ലങ്കേരിയിലും കുരുവട്ടൂരും അരങ്ങേറിയിട്ടുള്ളത്. വളരെ ഫലപ്രദമായിട്ടാണ് അവരതിനെ വിലയിരുത്തിയിരിക്കുന്നത്. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ മൊത്തം ജനസംഖ്യയിൽ 1/6 ഭാഗവും ആദിവാസി വിഭാഗത്തിലുള്ളവരാണ്. ഇവിടുത്തെ ജനസംഖ്യയിൽ മൊത്തം 6000-ഓളം ആദിവാസികൾ. ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ളത്.
ഇതിന് ഈ പഞ്ചായത്ത് ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആ പരിഹാരം എന്താ നമുക്കൊന്ന് നോക്കാം. എല്ലാ ആദിവാസി കുട്ടികൾക്കും സൗജന്യമായി കുടയും യൂണിഫോമും ബാഗും നൽകി. 5 കിലോമീറ്ററിലധികം ദൂരെ നിന്നും വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി വാഹന സൗകര്യവും ഏർപ്പെടുത്തി. ഇവർക്ക് വണ്ടി മാത്രമല്ല, രാവിലത്തെ ഭക്ഷണം കൂടെ റെഡി ആയിട്ടുണ്ട്. സ്കൂളിൽ പോയിരുന്ന ആദിവാസി കുട്ടികളുടെ എണ്ണം 1005 ആയിരുന്നെങ്കിൽ ഇന്നത് 1348 വർദ്ധിച്ചിരിക്കുന്നു. പഞ്ചായത്ത് നടപ്പിലാക്കിയ ഈ സുസ്ഥിര വികസന പദ്ധതിയുടെ ഫലം കണ്ടു തുടങ്ങി. ഇന്ന് വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കുട്ടികളിൽ ഭൂരിഭാഗവും പഠന നിലവാരത്തിൽ ഉന്നത നിലയിലെത്തിയിരിക്കുന്നു. സാർ കുറച്ചു തിരക്കിലാണെന്ന് തോന്നുന്നു. 1982 മികച്ച അധ്യാപകനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് വാങ്ങിയ മാഷ് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. എന്നാൽ മാഷിന് വിശ്രമിക്കാനുള്ള സമയം നന്നേ കുറവാണ് താനും. മാഷ് തിരക്കിട്ടിറങ്ങുന്നത് പഠന വീട്ടിലേക്കാണ്. മാഷിനെ പോലെ വിശ്രമ ജീവിതം നയിക്കുന്ന 3-4 പേരുണ്ട് ഇവിടെ. ഇവരെല്ലാവരും ചേർന്ന് ഇതാ കണ്ടില്ലേ, ഇവരെയെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ചൂരൽ പ്രയോഗം ഒന്നുമില്ല കേട്ടോ. മാത്രമല്ല ക്ലാസ് കഴിഞ്ഞ് ഇവർക്ക് ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണവും. പഠന വീട്ടിലൂടെ കുറുപ്പ് സാറിനെ പോലുള്ളവരുടെ ലോകപരിചയവും അനുഭവ സമ്പത്തും ഈ നാട്ടിലെ പുതുതലമുറയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ശ്രീകാര്യം ഗ്രാമപഞ്ചായത്ത്. ഈ ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിന്റെ നൂതന വിദ്യാഭ്യാസ മാതൃകകൾ ഇവിടെ തീരുന്നില്ല. ഇനിയുള്ള പദ്ധതിയുടെ പേര് തന്നെ വളരെയധികം പുതുമയുള്ളതാണ്, ടീച്ചേഴ്സ് ബാങ്ക്. ടീച്ചറെ, ഈ ടീച്ചേഴ്സ് ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇതിന്റെ സെലക്ഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ ടീച്ചർ. ടീച്ചേഴ്സ് ബാങ്കിൽ B.Ed കഴിഞ്ഞവരെയും TTC കഴിഞ്ഞവരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് പഞ്ചായത്ത് നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയാണ് ഇതിലേക്ക് ആളെ എടുക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ശ്രീകാര്യം പഞ്ചായത്തിലെ അധ്യാപകരെ ലീവ് എടുക്കുന്ന മുറയ്ക്ക് ടീച്ചേഴ്സ് ബാങ്കിൽ ടീച്ചേഴ്സിനെ ഇടുകയാണ് പതിവ്. ടീച്ചർ, ഇതിന്റെ ശമ്പളമൊക്കെ ആരാ തരുന്നത്? ശമ്പളം എല്ലാം പഞ്ചായത്ത് നിന്നാണ് തരുന്നത്. പഠന വീട്, ടീച്ചേഴ്സ് ബാങ്ക് എന്നിവയോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ 10ാം തരം വരെയുള്ള പെൺകുട്ടികൾക്കായി കുമാരി സുരക്ഷ എന്ന പദ്ധതിയിലൂടെ വിശദമായ ഒരു കൗൺസിലിങ്ങിന് കൂടി ഈ പഞ്ചായത്ത് അവസരമൊരുക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കൊടിയത്തൂർ പഞ്ചായത്തിന് കഴിഞ്ഞു. അതാണ് തെളിച്ചം. പാഠഭാഗത്തെ ആസ്പദമാക്കിയും അല്ലാതെയും വരച്ചിട്ടുള്ള ചിത്രങ്ങൾ കുട്ടികളിൽ പഠനത്തോടൊപ്പം രചനാ വൈഭവവും ക്രിയാത്മക ശേഷിയും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നതാണ്. പഠനം ലളിതമാക്കുവാൻ ഈ ജൈവ ക്ലാസ് മുറികൾക്ക് കഴിയുമെന്നതിൽ സംശയമില്ല. നഗരങ്ങളിലെ സുസജ്ജമായ സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികളുമായുള്ള മത്സരത്തിൽ പലപ്പോഴും ഗ്രാമീണ വിദ്യാലയങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ പിന്തള്ളി പോകാറുണ്ട്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരക്കുറവ് തിരിച്ചറിഞ്ഞതിന്റെയും ഗുണനിലവാരം ആർജിച്ചാലുള്ള സാധ്യതകൾ മനസ്സിലാക്കിയതിന്റെയും ഫലമായിട്ടാണ് തില്ലങ്കേരി പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിശ്വനിധി എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഈ ഇംഗ്ലീഷ് പരിശീലന ക്ലാസ് ഇവിടെ നടന്നു വരുന്നത്. What is the problem, children? We are play the cricket. That time 2 people are come to scooter and put them some ways. Who? No, 2 people. Constable, take the jeep. വീട്ടിൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്കായി നടത്തുന്ന പഠന വീടാണിത്. ഒരു പ്രദേശത്തെ വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ഒരു വീട്ടിൽ ഒത്തുചേർന്നുകൊണ്ടുള്ള പഠന രീതിയാണിത്. കുട്ടികളെ സഹായിക്കാൻ പഞ്ചായത്ത് നിയോഗിച്ച വോളണ്ടിയർമാർ ഇവിടെയുണ്ട്. ടീച്ചർ ഞങ്ങൾക്ക് നല്ല പാട്ടുകളൊക്കെ പഠിച്ചു തരും. അതേ സ്കൂളിൽ പോയി ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞെടുക്കും. അവർക്ക് നല്ല ഇഷ്ടമാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് വിദ്യാജ്യോതി വിദ്യാഭ്യാസ പദ്ധതി. അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുൻപന്തിയിലെത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാജ്യോതിയുടെ പിയർ ഗ്രൂപ്പിന്റെ ലീഡറായ നിസാം നാസറാണ് നമ്മോട് കൂടി ഉള്ളത്. നിസാം, എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഈ വിദ്യാജ്യോതി?
ഞങ്ങളുടെ ക്ലാസ്സിലെ സർ എടുത്ത ഭാഗങ്ങൾ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലും വൈകുന്നേരമാണ് ക്ലാസ് എടുക്കുന്നത്. പിയർ ഗ്രൂപ്പിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? പിയർ ഗ്രൂപ്പിൽ 12 കുട്ടികൾ. അപ്പം സി ഗ്രൂപ്പിലുള്ളതോ? 100ഓളം കുട്ടികൾ. അപ്പോൾ ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് ക്ലാസ് ആ, 12 പേരെയും ലീഡേഴ്സ് ആക്കി വെച്ചിട്ട് അംഗൻവാടികളിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിലൂടെ പുതിയ കാലത്തിന്റെ രീതിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ മലപ്പട്ടം പഞ്ചായത്ത് ഇപ്പോൾ നടത്തിവരികയാണ്. മലപ്പട്ടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിലെ കുട്ടികൾക്കായി 16 പ്ലേ കാർഡുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിഷൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞാലും നമുക്ക് 1ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നതിന് മുമ്പേ അവർക്കുണ്ടാവുന്ന പഠന സന്നദ്ധത ഈ അംഗനവാടികളിൽ തന്നെ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഓരോന്നും എഴുതി വെച്ചിട്ടുള്ള ഒരു കാർഡാണ്. അതിൽ കുട്ടിയുടെ പേര്, വിവരങ്ങൾ, ഓരോ മാസവും കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമ്മളിങ്ങനെ നോട്ട് ചെയ്തത്. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ എന്താണ് എന്നുള്ളത് ഇത് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന ടീച്ചറിന് നമ്മൾ കൈമാറും. അംഗനവാടിയിൽ നിന്ന് ടീച്ചറിന് കൈമാറും. അങ്ങനെ ടീച്ചറിന് കൈമാറി കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലാ കഴിവുകളും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇതിൽ നിന്ന് ടീച്ചർക്ക് മനസ്സിലാവും. ഞങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ പ്രോജക്റ്റ് തീരുന്നതോടുകൂടി 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഈ കുട്ടികളെ ട്രാക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. ഇനി നമുക്കൊരു പാട്ടായാലോ? അരിപ്പോ തിരിപ്പോ തോരണി മംഗല പരിപ്പും 12 ആനയും കുതിരി തിരിക്കിട്ട മറിക്കിട്ട എന്തമ്പോ മുരിക്കമ്പോ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ കുട്ടികളുടെ ചലച്ചിത്രമായ കളിയൊരുക്കത്തിലേതാണ് ഈ പാട്ട്. കുട്ടികളുടെ കലാകായിക അഭിരുചികൾ പോഷിപ്പിക്കുന്നതിനായി ഇതുപോലെ ഭാവനാപൂർണമായ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇവരാണ് കണ്ണപുരത്തെ സൂപ്പർ സ്റ്റാറുകൾ, ജനകീയ സ്റ്റാറുകൾ. ഇങ്ങനെ ഇവരെ വിളിക്കാൻ പാടുള്ളൂ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് എസ് സുനിൽ സംവിധാനം ചെയ്ത കളിയൊരുക്കം എന്ന ചിത്രത്തിലെ അഭിനേതാക്കളാണിവർ. 2007 അവധിക്കാലത്ത് എല്ലാ കുട്ടികളും അവധി ആഘോഷിക്കുമ്പോൾ ഇവരുടെ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു. 2008 മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും ഇവർ നേടിയെടുത്തു. അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരം ഇവരുടെ മുഖത്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ചലച്ചിത്രത്തെക്കുറിച്ച് പ്രായോഗികമായ അറിവ് നൽകണമെന്ന ഉദ്ദേശത്തിലാണ് കണ്ണപുരം പഞ്ചായത്ത് കളിയൊരുക്കം എന്ന സിനിമ നിർമ്മിക്കുന്നത്. ഇനി പൂഞ്ഞാറായിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ പോവന്ന്. ഫൈസലായിട്ടും പറഞ്ഞ വരാണ്ടിക്കൂല, അതാ വരുന്നേ. ചലച്ചിത്രത്തിന്റെ അനന്ത സാധ്യതകളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുവാൻ പഞ്ചായത്തിന്റെ ഈ ഉദ്യമത്തിന് സാധിച്ചു. ഈ സിനിമയുടെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ ഇടപെടൽ നിർണായകമായിരുന്നു. വികസന പ്രവർത്തനങ്ങളിലെന്നും മാതൃകാപരവും ജനകീയവുമായിട്ടുള്ള ചരിത്രമാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിനുള്ളത്. കായികക്ഷമത വർദ്ധിപ്പിക്കുക, ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ്യങ്ങളോടെയാണ് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സമഗ്ര കലാകായിക വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. വള്ളിക്കുന്നിലെ ഇളം തലമുറയ്ക്ക് ഭാവനയുടെ ലോകം ഒട്ടും വിദൂരമല്ല. കലാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയാണ് യവനിക കലാകേന്ദ്രം ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ. സാമ്പത്തിക പരാധീനതയുള്ള കുട്ടികൾക്ക് യവനിക തെല്ലൊരാശ്വാസമാണ്. കലാപരിശീലനത്തിന് മറ്റുള്ള സ്ഥാപനങ്ങൾ വൻതുക ഈടാക്കുമ്പോൾ
കുറഞ്ഞ ചെലവിൽ പരിശീലനം നേടാമെന്നതാണ് യവനികയുടെ പ്രത്യേകത.